ഹലോ. അപ്പം ഞാൻ ഇന്നുള്ളത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറം ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളതെന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പം നമ്മുടെ പാലക്കാടുള്ള അതേപോലെ തന്നെ മലപ്പുറത്തും ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ട്. അതിലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ കാറ്റാടിപ്പാടം എന്ന് പറയും. അതായത് നമ്മുടെ മലപ്പുറം എടുത്ത് തന്നെയാണ്. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഒരുപാട് കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ എത്താറുണ്ട്. അതെന്താ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ വയലിൻ്റെ ഒരു സൈഡിൽ നല്ല അടിപൊളി ഒരു ചായക്കടയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് ചായ കുടിക്കുകയും ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ കാറ്റ് കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയും ചെയ്യുക. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഈ കാണുന്നത് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉണ്ടാക്കിയ ഒരു ചെറിയൊരു ബിൽഡിംഗ് മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ വയൽ തീരം. നമ്മളിവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് കേട്ടോ, കാരണം ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ചായ കുടിക്കാൻ പോവാം. ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചായയൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കഴിക്കാനും ഒരുപാട് സ്നാക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് സ്നാക്കൊക്കെ വാങ്ങി ഈ വയലിൻ്റെ തീരത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇവിടുന്ന് നോക്കിയുള്ള വ്യൂ കണ്ടില്ലേ. നേരങ്ങളിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് ഇവിടെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാം. അത്രയ്ക്കും നല്ല രസമാണ്. ഈ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിനോട് അനുബന്ധിച്ചുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ഒരുപാട് കൃഷികളുണ്ട്. അതിലുണ്ടായിരുന്നതാണ് നമ്മുടെ സൂര്യകാന്തി കൃഷിയും അതുപോലെ തണ്ണിമത്തൻ്റെ കൃഷിയും അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ. ഇപ്രാവശ്യം നമ്മൾ വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി 2-3 മാസം കൂടി കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ കണ്ടോ, ഇതാണ് ഇവിടുത്തെ ചായക്കടയിലെ തിരക്ക് കേട്ടോ. അത്രയ്ക്കും നല്ല തിരക്കാണ്. ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇവിടെ നിന്നതിന് ശേഷം മുന്നോട്ട് തന്നെ പോയി നോക്കി വെക്കാം എന്താണ് അവിടെ കൃഷികളുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഈ ഒരു വ്യൂ അടിപൊളിയല്ലേ ഗൈസ്. അങ്ങനെ നമ്മൾ കാറ്റാടിപ്പാടത്ത് നിന്ന് നേരെ പോകുന്നപ്പോൾ വേറൊരു സ്ഥലത്തെത്തി കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നിറയെ കൃഷികളാണ്. നേരത്തെ നമ്മൾ കണ്ട സ്ഥലം എന്താ, കാറ്റാടിപ്പാടം. അവിടെ നല്ല നെൽകൃഷിയാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇവിടെ കപ്പയുണ്ട്. പിന്നെ അവിടെ എന്താ അത് മത്തൻ്റെ കൃഷി എന്തുകൊണ്ട് പോയേക്കാം. മാത്രമല്ല ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അല്ലേ. അത് ഇവിടെ പുഴ വരിക. ഈ ഒരു ചിരങ്ങ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. റോഡിൻ്റെ സൈഡിൽ അങ്ങനെ ഉണ്ടായിരുന്നതാണ്. പാലത്തിൻ്റെ മുകളിലാണ് കേട്ടോ. ഇവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെയൊക്കെ എന്താ പറയുക, വാഴേൻ്റെ കൃഷിയുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ കൃഷി ഇതില്ലേ. എൻ്റെ മുന്നത്തെ വ്ളോഗിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ട്, അവരുടെ വീടൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ അവരിതുപോലെ കുറച്ച് സ്ഥലം അവർ പാട്ടത്തിന് എടുത്തിട്ട് അവർ കൃഷി ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നേ നമ്മൾ വന്നിട്ടുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം അവർ തണ്ണിമത്തനൊക്കെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് കപ്പയൊക്കെ ഉണ്ട്. ഇനി ഇതെന്നാണ് വിളവെടുക്കുകയെന്നും അറിയില്ല. ഇനിയിപ്പോൾ ഈ കപ്പേൻ്റെ കൃഷി കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വാഴേൻ്റെ കായകളുണ്ടല്ലോ, കായകളൊക്കെ നന്നായിട്ട് വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്തൊരു സൈഡിൽ മത്തൻ കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇരുട്ടായതുകൊണ്ട് ക്ലിയർ നല്ല കുറവായിരുന്നു. പിന്നെ ഈ കാണുന്നത് മത്തൻ്റെ കൃഷീൻ്റെ ചെറിയൊരു ഭാഗമാണ്. ഈ വീഡിയോ എടുത്താൽ തീരെ ക്ലിയർ ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗ് കാണാം. ടാറ്റാ, ബൈ.